നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചു കോൺഗ്രസ്. KPCC ആസ്ഥാനത്ത് പന്തലൊരുങ്ങുകയാണ്. വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ നേതാക്കൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തും. പ്രവർത്തകർക്കും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ സംവിധാനമൊരുക്കുന്നുണ്ട്. ആരോഷിപാലുണ്ട്. ആരോഷിപാൽ, പന്തലൊക്കെ ഇട്ട് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞോ? വോട്ടെണ്ണൽ തുടങ്ങും മുൻപ് തന്നെ, മത്സരം തുടങ്ങും മുൻപ് തന്നെ, വിധി അറിയും മുമ്പ് തന്നെ, വോട്ടെണ്ണൽ തുടങ്ങും മുൻപ് തന്നെ വിജയം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ കോൺഗ്രസ് പ്രവർത്തകർ? അരുൺകുമാർ, അങ്ങനെയാണ്. വോട്ടെണ്ണാൻ ഇനിയും മണിക്കൂറുകളുണ്ട്. എന്നാലും കോൺഗ്രസ് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഒരു വിവാഹ തലേന്ന് എങ്ങനെയാണോ ഒരു വീട്ടിലുണ്ടാവുക അതുപോലെയാണ്. കാരണം നമുക്ക് പന്തലൊരുക്കാൻ വേണ്ടിയുള്ള വലിയ സ്റ്റീൽ ബാറുകളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പോൾ പന്തലിൻ്റെ പ്രാഥമിക പണികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ മുറ്റത്ത്, KPCC ആസ്ഥാനത്തിൻ്റെ മുറ്റത്താണ് വലിയ പന്തലാണ്, വിശാലമായ പന്തലൊരുക്കും. അതിൽ KPCCയുടെ ഭാരവാഹികൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളുണ്ടാവും. വലിയ LED വാൾ ഒരുക്കുന്നുണ്ട്. ആ LED വാളിലാണ് തെരഞ്ഞെടുപ്പ് ഫലം നേതാക്കൾ നിരീക്ഷിക്കുക. അതിനൊപ്പം തന്നെ പ്രവർത്തകർക്ക് ആഘോഷിക്കാൻ, വിജയം ആഘോഷിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകും. അങ്ങനെ വലിയ ആഘോഷത്തിന് നാളെ KPCC ആസ്ഥാനം തയ്യാറെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഘോഷിക്കാൻ തീരുമാനിച്ചു. ജയം ഉറപ്പിച്ചോ? കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നതിൻ്റെ സന്തോഷം കേരളത്തിലെ UDF പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിലെ ആബാലവൃദ്ധ ജനങ്ങൾ, പ്രത്യേകിച്ചും CPM BJP അടക്കമുള്ള പ്രവർത്തകർ ഈ ഗവൺമെൻറ് പോകണമെന്ന് ആഗ്രഹിച്ചു. ഐക്യജനാധിപത്യ മുന്നണി വരണമെന്ന് ആഗ്രഹിച്ചു. മുഴുവൻ ജനങ്ങളുടെ സന്തോഷത്തിൻ്റെ പ്രതീകമാണ് നാളെ ഇവിടെ നടക്കുന്ന. എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്? നാളെ എന്തൊക്കെയാണ് പരിപാടി? ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഐക്യജനാധിപത്യ, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇവിടെ ഇരുന്നാണ് ഇത് കാണുന്നത്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വരുമല്ലോ. അതിൻ്റെ ആഘോഷ പരിപാടികൾ അവർ തന്നെ സംഘടിപ്പിക്കും. നമ്മൾ പ്രത്യേകിച്ചും സംഘടിപ്പിച്ചിട്ടില്ല. എങ്കിലും മധുര വിതരണം, പാൽപ്പായസം, ലഡു ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ശുചീകരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഓഫീസിൽ. അത് അവിടെയൊക്കെ ജോലിക്കാരുണ്ട്, ക്ലീനിങ് നടക്കുന്നു. അത്രയേറെ ആത്മവിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. നൂറുകണക്കിന് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള ലഡു, പായസം എല്ലാം തയ്യാറാണ്. ഉച്ചഭക്ഷണം വരെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നാളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേതാക്കൾ മുഴുവൻ ഇവിടെയാണ്. അത് ചർച്ച ചെയ്യേണ്ട എല്ലാവരുമുണ്ട്. അത് KPCC AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുതൽ എല്ലാവരും എത്തും. ഏഖ്യാനിൻ്റെ അടക്കമുള്ള നേതാക്കൾ എത്തും. അപ്പോൾ വിജയം ഉറപ്പിച്ചാൽ പിന്നീട് അങ്ങോട്ടേക്ക് KPCC ആസ്ഥാനം ഏറ്റവും പ്രധാന ചർച്ചകളുടെ ഒരു കേന്ദ്രമായി മാറുമെന്നതാണ് പിന്നീട് അങ്ങോട്ടുള്ള നിമിഷങ്ങൾ. ഏതാണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും ആര് കേരളം ഭരിക്കുമെന്ന സൂചന പുറത്തു വരും. അതിന് തൊട്ടു പിന്നാലെ പിന്നീട് ചർച്ചകളായിരിക്കും, നിരന്തരം ചർച്ചകളായിരിക്കും. അത് നിലക്കാത്ത ചർച്ചകൾ, മാരത്തോൺ ചർച്ചകളായിരിക്കും. ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്ന രീതിയിലുള്ള ചർച്ചകളിലേക്ക് കടക്കും. അത്രയും ആത്മവിശ്വാസത്തോടെ, തയ്യാറെടുപ്പുകളോടെ ഇപ്പോൾ KPCC ആസ്ഥാനം നിൽക്കുകയാണ്. നേതാക്കളും അങ്ങനെ തയ്യാറെടുത്തു കഴിഞ്ഞു. അരുൺകുമാർ.